നിന്റെ ഏട്ടന്റെയും ഏട്ടത്തിയുടെയും പുക കണ്ടാലേ നിനക്കൊക്കെ തൃപ്തിയാവും. അല്ലടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നീയല്ല, വേറൊരുത്തനുണ്ടല്ലോ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുത്തൻ. അവനാണ് ഇന്നലെ രാത്രി കൊലപാതക ശ്രമം നടത്തിയത്. അതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും നീ ചിന്തിക്കുന്നത് അല്ലേ? അറിയൂടാ, ഞാൻ എല്ലാം അറിയും. കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും മുൻകൂട്ടി ഗണിച്ചെടുക്കാനും എനിക്ക് കഴിവുണ്ടെന്ന് നീ കൂട്ടിക്കോ. മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛന് എന്റെ ഉൾപ്പെടെ ഒരുപാട് പേരുകൾ നീ നൽകി. അന്നേ നിനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് ഞാൻ കരുതിയതാ. എടാ, നിന്നെ പോലെ നാണം കെട്ട് ജീവിക്കുന്നവരല്ല ഞങ്ങള്. മനസ്സിലായോടാ? മനസ്സിലായോന്ന്? അയ്യോ പ്ലീസ്, എന്നൊന്നും ചെയ്യരുത്. എനിക്കൊന്നും അറിയത്തില്ല. ആർക്കും ഒന്നും അറിയത്തില്ല, നിന്റെ ഏട്ടന് ഏട്ടത്തിക്ക് ഒന്നും. പക്ഷേ ഇന്നലെ രാത്രി നടന്നത് എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എടാ, നിനക്കറിയോ, നിന്റെ ഏട്ടനും ഏട്ടത്തിയും ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ കമ്പനിയിൽ ഞാനും ഇവനും ജോലിക്ക് കയറണമെന്ന്. എന്നിട്ട് ഞങ്ങളത് സ്നേഹത്തോടെ നിരസിക്കുകയായിരുന്നടാ. ഞങ്ങൾക്ക് കണ്ണൻ സാറിന്റെ മഹാലക്ഷ്മിയുടെയും ജോലി വേണ്ട. അവരുടെ പണത്തിലും ഞങ്ങൾക്ക് നോട്ടമില്ല. അവരുടെ സ്നേഹം മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതൊക്കെ ഇവനോട് പറഞ്ഞിട്ട് എന്താ മാർക്കോ കാര്യം? പെണ്ണ് കെട്ടിയിട്ട് വീട്ടു ചില പോലും നോക്കാൻ നടക്കുന്ന ഒരുത്തനല്ലേ ഇവൻ? എടാ, സ്വന്തം ഭാര്യയുടെ അടിമയായിട്ട് ജീവിക്കാതെ അന്യന്റെ തണലിൽ ജീവിക്കാൻ ആഗ്രഹിക്കാതെ ഒരു മുഴം കയറില് നിനക്ക് നിന്നെ തന്നെ അങ്ങ് അവസാനിപ്പിച്ചുവിടടാ. ഞങ്ങൾ ആണുങ്ങൾക്കൊക്കെ നിന്നെ പോലൊരുത്ത അപമാനമാടാ. അതുകൊണ്ടാ ഇവൻ ഇങ്ങനെ പറഞ്ഞേ. നീ നിന്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം വരുത്തിയില്ലെങ്കിലേ ഒന്നുകിൽ നിനക്ക് ആ മേഘന്റെ അവസ്ഥ വരും. നിന്റെ ജാതകം ഞങ്ങൾ പൊളിച്ചെഴുതും. നിനക്കെത്ര വയസ്സായടാ? ചോദിച്ച് കേട്ടില്ലോടാ. 26. 26, 27 കടക്കത്തില്ല. അതിനു മുമ്പ് തന്നെ നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ അമ്മയെ കൊണ്ട് തന്നെ നിന്റെ കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യിക്കും. നിനക്കും കരുണയെന്ന് പറയുന്നവരുടെയും കരുതലിന് വേണ്ടിയല്ലേ പ്രതാപനിപ്പോൾ കൊലവിളിയോടുകൂടി നടക്കുന്നത്. അതിന് നിന്നെ അവളെ ശിക്ഷിച്ചായിരിക്കും പ്രതാപനും അയാളുടെ അമ്മയ്ക്കും നിന്റെ അമ്മയ്ക്കൊക്കെ ഞങ്ങൾ മറുപടി കൊടുക്കുന്നത്. പറഞ്ഞതിനപ്പുറം ചെയ്യുന്നവരാ ഞങ്ങള്. അത് നീ മനസ്സിനകത്ത് ഒരു ഭയമായി കൊണ്ട് നടന്നോ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറയുന്നതൊക്കെ ഓർത്തെടുക്കണം നീ. ഇത് ചെറിയൊരു താക്കീതാ. സ്വന്തം ചേട്ടന്റെ പിന്നാലെ നടന്ന് കഴിഞ്ഞ വിഷുവിന് നീ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയല്ലോ. നിന്നെയും നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാടാ നിന്റെ ചേട്ടൻ അങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നത്. നീയൊക്കെ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛന് പല പല പേരുകൾ നൽകിയപ്പോഴും അതൊക്കെ സഹിച്ച് കണ്ണൻ സാറും മഹാലക്ഷ്മിയും ജീവിച്ചതേ നിന്റെയൊക്കെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാടാ. മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നീയും നീ സ്നേഹിക്കുന്ന ബന്ധുക്കളും കാരണം ഒരു പോറലേറ്റാൽ അതിന് കാരണക്കാരായവരെല്ലാം കുത്തി കീറി ഞങ്ങള്. പിന്നെ നീയൊക്കെ മരിക്കുമ്പോൾ പോലും ഒരു ദയം കാണിക്കത്തില്ല. അതുപോലെ ദയനീയമായിരിക്കും നിന്റെയൊക്കെ അവസാനം. ഓർത്തു വച്ചോ നീയെല്ലാം, കേട്ടറാ? വാ.